എല്ലാവർക്കും ദേവികാസ് കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല തനി നാടൻ ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. വാഴക്കൂമ്പും പരിപ്പും വെച്ചിട്ടുള്ള ഒരു തോരനാണ് ഇന്ന് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. വാഴക്കൂമ്പിന് വാഴപ്പൂവ്, കുടപ്പൻ എന്നൊക്കെ പറയും. വാഴക്കൂമ്പിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് വാഴക്കൂമ്പിന്. അപ്പോൾ വാഴക്കൂമ്പും പരിപ്പും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വാഴക്കൂമ്പ് പരിപ്പ് തോരൻ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് പരിപ്പാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ തോരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്ന പരിപ്പില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി അരമണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് കുക്കറിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് 1/4 ഭാഗം കുക്കറിൽ വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ മുഴുവനായിട്ടും വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മുഴുവനായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനിതിപ്പോ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനി നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒരുപാട് വെന്തങ്ങ് ഉടഞ്ഞു പോകരുത്, എന്നാൽ പരിപ്പ് വെന്ത് കിട്ടുകയും വേണം. അപ്പൊ ആ പരുവത്തിന് ഒരു വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം വേവിച്ചെടുക്കാൻ, വെന്ത് ഉടഞ്ഞു പോകരുത്. അപ്പോൾ ഇനി നമുക്ക് വാഴക്കൂമ്പും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള ഒരു വാഴക്കൂമ്പ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് അരിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇടണം, ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കളർ ചേഞ്ച് വരും. അപ്പോൾ നന്നായിട്ട് ഒലച്ച് കഴുകി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഈ വാഴക്കൂമ്പിൽ കുറച്ച് വാട്ടർ കണ്ടന്റ് ഉണ്ട്. അപ്പം ബാക്കി കുറച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പരിപ്പ് വേവിച്ച വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പൊ ഞാനിപ്പം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് വെള്ളം നമ്മുടെ വാഴക്കൂമ്പിൽ നിന്ന് തന്നെ ഇറങ്ങും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരപ്പിലേക്ക് കുരുമുളക് പൊടിയും മുളക് പൊടിയും വേറെ ചേർക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പം 1/2 ടീസ്പൂൺ മുളക് പൊടി മതി. അപ്പൊ ഇതിനി നമുക്ക് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പൊ ഞാനിപ്പോ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് വേവിക്കാനായിട്ട് വെക്കുന്നത്. വാഴക്കൂമ്പ് കുറച്ചൊരു കറയുള്ളതാണല്ലോ, അപ്പൊ അത് കാരണം ഞാനൊരു ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം ഒന്നും വേണ്ട, ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ വാഴക്കൂമ്പ് നന്നായിട്ട് വെന്ത് വരാനായിട്ട് വെക്കാം. അപ്പൊ അടച്ചു വെച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പും കൂടെ തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 അല്ലി വലിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വെളുത്തുള്ളി നമ്മൾ ചതച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് ഞെരടി എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മളുടെ വാഴക്കൂമ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരപ്പ് ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കടുക് താളിച്ചിട്ട് ഈ അരപ്പും കൂടെ അതിലേക്ക് ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടായ ചീനിച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പം അതിലേക്ക് കുറച്ച് അരി ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കാം. അരി ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പം അതിലേക്ക് നമുക്ക് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഈ അരപ്പിൻ്റെ ആ ഒരു പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി കിട്ടണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പും കൂടെ ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഈ അരപ്പും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പ് നിങ്ങൾ ആദ്യം 1/4 ഭാഗമാണ് കുക്കറിൽ വേവിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പരിപ്പും കൂടെ ചേർത്ത് ബാക്കി വേവിച്ചെടുക്കണം. അപ്പം ഞാൻ പരിപ്പ് കംപ്ലീറ്റ് ആയിട്ട് വേവിച്ചെടുത്തത് കാരണം ഇപ്പം പരിപ്പ് ചേർക്കുന്നില്ല, ലാസ്റ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ കുഴഞ്ഞു പോകും. അപ്പം ഈ അരപ്പും വാഴക്കൂമ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചൊരു 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ആ അരപ്പിൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി അരപ്പും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പം ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരപ്പും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അരപ്പിൻ്റെ ആ ഒരു പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി അരപ്പും നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ പരിപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാഴക്കൂമ്പ് പരിപ്പ് തോരന്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പരിപ്പിന് പകരം ചെറുപയർ വൻപയറോ ഒക്കെ ചേർത്തിട്ടുണ്ടാക്കാം, അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വാഴക്കൂമ്പൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതേപോലെ പരിപ്പും കൂടെ ചേർത്തിട്ടുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും, അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിൽ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കുറേ തോരൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്